നമസ്കാരം. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ കോൺഗ്രസിന്റെ രാഷ്ട്രീയ പ്രതിരോധം ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയം ഉയർത്തി. രാഹുലിനെ പ്രതിരോധിക്കുന്നതിൽ കോൺഗ്രസിനുള്ളിൽ ഏക അഭിപ്രായം ഉയർന്നിട്ടില്ല. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അടക്കമുള്ളവർ പ്രതിരോധിക്കാൻ തയ്യാറാകാതിരുന്നെങ്കിലും മുതിർന്ന നേതാക്കളിൽ ചിലർ രാഹുലിനെ പ്രതിരോധിച്ചുകൊണ്ട് രംഗത്ത് വന്നു. കാലങ്ങളായി പുകഞ്ഞു നിൽക്കുന്ന വിഷയത്തിൽ പരാതി അവസാന നിമിഷം എത്തിയതിലെ രാഷ്ട്രീയ ഗൂഢാലോചനയാണ് UDF കൺവീനർ അടൂർ പ്രകാശ് അടക്കമുള്ളവർ ഉന്നയിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ കേസ് സ്വർണ്ണക്കൊള്ള കേസ് വഴിമാറ്റിവിടാനുള്ള പുതിയ തന്ത്രമെന്നാണ് UDF കൺവീനർ അടൂർ പ്രകാശ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. എല്ലാ തെരഞ്ഞെടുപ്പ് കാലത്തും കേസുകൾ ഉണ്ടാക്കിവിടുക എന്നത് CPM തന്ത്രമാണ്. താൻ കോന്നിയിലും ആറ്റിങ്ങിൽ മത്സരിക്കുന്ന സമയത്ത് നിരവധി കേസുകൾ ഉണ്ടാക്കിയെടുത്തു. അത് കെട്ടിച്ചമച്ച് ജനങ്ങളുടെ മുന്നിൽ കൊണ്ടുവരാൻ ശ്രമം നടത്തി. അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് പറയുന്നത്. രാഹുലിനെതിരായ കേസിൽ അന്വേഷണം നടക്കട്ടെ, വസ്തുത പുറത്തു വരട്ടെ. ഇത്തരം ഇരകൾ എല്ലാ കാലത്തും CPM-ന് ലഭ്യമായിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. CPM-ന് മുഖം രക്ഷിക്കുകയാണ് പ്രധാനം. മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് പോയതടക്കം എല്ലാം തിരക്കഥയാണ്. പെൺകുട്ടി പറയുന്ന വസ്തുത അന്വേഷണത്തിലൂടെ പുറത്തു വരട്ടെ. ഇതൊന്നും ജനങ്ങളുടെ മുന്നിൽ വില പോകില്ല. പഞ്ചായത്ത് ഇലക്ഷൻ കഴിയുമ്പോൾ മനസ്സിലാവും. നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി കഴിയുമ്പോൾ എല്ലാം വ്യക്തമാകുമെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെ അതിജീവിത പരാതി നൽകിയ രീതി വിചിത്രമെന്ന് കോൺഗ്രസ് മുതിർന്ന നേതാവ് MM ഹസനും പ്രതികരിച്ചു. അതിജീവിതയെ വിളിച്ചു വരുത്തി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി എഴുതി വാങ്ങിച്ചതാണ്. 3 മാസം പരാതി ഇല്ല എന്നാണ് പറഞ്ഞത്. ഇതിനുശേഷം ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പോയി പരാതി കൊടുത്തത് ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ CPM നേതാക്കൾ അറസ്റ്റിലാകുന്നതിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണെന്നും ഹസൻ പറഞ്ഞു. സമാന ആരോപണം നേരിട്ട CPM MLA-മാർ രാജിവെച്ചോ എന്നും ഹസൻ ചോദിച്ചു. കേസിന്റെ നിയമ നടപടികൾ നേരിടേണ്ടത് രാഹുലാണ്. അദ്ദേഹത്തിന്റെ നിയോജക മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളിൽ പങ്കെടുക്കരുതെന്ന് പറയാൻ പാർട്ടിക്ക് കഴിയില്ല. കേസിൽ അന്തിമ വിധി വരട്ടെ, എന്നിട്ടാകാം MLA സ്ഥാനം രാജിവെക്കുന്നതിനെക്കുറിച്ച് തീരുമാനമെടുക്കുന്നത്. രാഹുലിനെതിരെ കേസെടുത്ത സമയം ശ്രദ്ധിക്കണമെന്ന് KPCC അച്ചടക്കകാര്യ സമിതി അധ്യക്ഷൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണനും പ്രതികരിച്ചു. തെരഞ്ഞെടുപ്പ് സമയത്താണ് കേസെടുത്തത്. നിയമപരമായാണ് കാര്യങ്ങൾ പോകേണ്ടത്. കോടതിയിലേക്ക് പോകുന്ന വിഷയത്തിൽ കൂടുതൽ പ്രതികരണമില്ല. രാഹുലിൻ്റെതിന് സമാനമായ എത്ര കേസുകൾ കേരളത്തിലുണ്ട്? നിയമത്തിന്റെ വഴിക്ക് പോകാനുള്ള സാധ്യത രാഹുലിനുണ്ട്. എല്ലാ തെരഞ്ഞെടുപ്പിന് മുൻപും ഇതുപോലെ കേസ് വരും. സർക്കാർ നിയമത്തിന്റെ വഴി തുറന്നു. കാര്യങ്ങൾ ആ വഴി പോകട്ടെ എന്നും അദ്ദേഹം പറഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ സംഘടനാപരമായ തുടർ നടപടികൾ സ്വീകരിക്കേണ്ടത് KPCC എന്ന് AICC വ്യക്തമാക്കിയിട്ടുണ്ട്. സാഹചര്യം നിരീക്ഷിക്കുന്നു. മുഖ്യമന്ത്രിക്ക് മുന്നിൽ പരാതി എത്തിയതടക്കം വിവരങ്ങൾ ദീപാദാസ് മുൻഷി AICC ധരിപ്പിച്ചു. എന്നാൽ രാഹുലിനെതിരെ കോൺഗ്രസ് കൂടുതൽ നടപടി ഉടൻ സ്വീകരിക്കില്ലെന്നാണ് റിപ്പോർട്ടുകൾ. പാർട്ടിയുടെ മുഖം രക്ഷിക്കാൻ നേരത്തെ എടുത്ത സസ്പെൻഷൻ നടപടി പര്യാപ്തമാണെന്നാണ് കോൺഗ്രസ് നേതാക്കൾ വിലയിരുത്തിയത്. തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്കുള്ള CPM-ന്റെ കെണിയാണിപ്പോൾ കേസെടുത്തതിന് പിന്നിലെന്നാണ് കോൺഗ്രസ് വാദം. സ്വർണ്ണക്കൊള്ളയിൽ പ്രതിരോധത്തിലായ CPM അത് മറികടക്കാനായി ഇരയെ വിളിച്ചു വരുത്തി പരാതി എഴുതി വാങ്ങിയായിരുന്നുവെന്ന നിലയ്ക്കുള്ള പ്രതികരണവും കോൺഗ്രസ് നേതാക്കൾ നടത്തിയിട്ടുണ്ട്. 20 പേജുള്ള മൊഴിയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ യുവതി പോലീസിന് നൽകിയിട്ടുള്ളത്. യുവതിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ രാഹുലിന്റെ സുഹൃത്ത് ജോബി ജോസഫിനെയും പ്രതി ചേർക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിനിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ സംസ്ഥാനം വിടുന്നത് തടയാനായി പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടുണ്ടെന്നാണ് വിവരം. വിമാനത്താവളങ്ങളിലടക്കം നോട്ടീസ് കൈമാറിയിട്ടുണ്ട്. 20 പേജോളം വരുന്ന മൊഴിയാണ് പെൺകുട്ടി അന്വേഷണ സംഘത്തിന് നൽകിയത്. മൊഴിയെടുപ്പ് 5.5 മണിക്കൂറോളമാണ് നീണ്ടത്. തിരുവനന്തപുരം വലിയമല പോലീസ് സ്റ്റേഷനിലാണ് FIR രജിസ്റ്റർ ചെയ്തത്. കേസ് നേമം പോലീസ് സ്റ്റേഷനിലേക്ക് കൈമാറും. രാഹുലിനെതിരെയുള്ള കേസിൽ 2 പ്രതികളാണുള്ളത്. രാഹുലും സുഹൃത്തും പ്രതികളാണ്. ബലാത്സംഗം, നിർബന്ധിത ഭ്രൂണഹത്യ വകുപ്പുകൾക്ക് പുറമെ ദേഹോപദ്രവം ഏൽപ്പിക്കൽ വകുപ്പ് കൂടി ചുമത്തി. രാഹുലിന്റെ സുഹൃത്ത് ജോബി ജോസഫാണ് 2ാം പ്രതി. അടൂർ സ്വദേശിയാണ് ജോബി ജോസഫ്. ജോബിയുടെ മൊബൈൽ ഫോണും ഇന്നലെ വൈകിട്ട് മുതൽ സ്വിച്ച് ഓഫ് ആണ്. ഒളിവിൽ പോയതായിട്ടാണ് സൂചന.